ഹായ് ഫ്രണ്ട്സ്, ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗാണ്. എന്തായാലും ഇതൊരു അടിപൊളി വ്ലോഗായിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാനൊരു ഹിഡൻ സ്പോട്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് വന്നതേനു അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഉമ്മൻ്റെ ബ്രദറും എല്ലാവരും വന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരു ബീച്ചുണ്ട് അവിടേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിതാ 2 കാറിലായിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും മാമനും ഞങ്ങൾ 2 കാർ എടുത്തിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ പോകും, കുറച്ച് ദൂരമുള്ളൂ, അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അത്രയും. അങ്ങനെ പെട്ടെന്ന് എത്തിയിട്ടോ. അങ്ങനെ എത്തിയപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പം അടിപൊളി. കാരണം എന്താ, നല്ല ലാൻഡ്സ്കേപ്പ്, കുറേ പച്ചപ്പ്, പിന്നെ ഒരു തോട്. ആ തോട് കടന്നിട്ട് വേണം നമ്മൾ ആ ബീച്ചിലേക്ക് എത്താൻ. അങ്ങനെ നമ്മളൊരു കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കുഞ്ഞു കുഞ്ഞ്. അങ്ങനെ ആ വീടിൻ്റെയൊക്കെ മുറ്റത്തൂടെ വേണം നമ്മൾ ആ തോടൊക്കെ കടന്ന് പോകാനും. അങ്ങനെ ആ തോടിൻ്റെ അടുത്ത് എത്തിയപ്പം ഒന്നുകൂടി നമുക്ക് ഇൻട്രസ്റ്റാണ്. കാരണം ആ തോടൊക്കെ ചവിട്ടി വേണമല്ലോ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി, അങ്ങനെ വേണം നമുക്ക് അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, തോടൊക്കെ മെല്ലെ കടന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ബീച്ചിലേക്ക് എത്തിയപ്പം എന്താ, നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണൂലേ, ലൈക്ക് അങ്ങനെ. കാരണം തെങ്ങ്, പിന്നെ സൺസെറ്റ്, അതേപോലെ തന്നെ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ബീച്ച്. കാരണം ഒരു വേസ്റ്റ് ഇല്ല, ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് കവറോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ആ വെള്ളത്തിൽ അത്രയും നമുക്ക് കുളിക്കുക വരെ ചെയ്യാം, ലൈക്ക് അത്രയും ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കപ്പുഴുക്കൊക്കെ തിന്നുകൊണ്ട് ആ സൺസെറ്റും കണ്ട് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ വന്നു. അങ്ങനെ റിട്ടേൺ വരുന്ന വയ്ക്കും സെയിം ആ തോടൊക്കെ കിടക്കണം. നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ച് അങ്ങനെ തോടൊക്കെ കാണുന്നത്. അതേപോലെ നമ്മൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ, അതൊക്കെ അടിപൊളിയായിട്ട് ആടി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ കസിനൊക്കെ വന്നു. അങ്ങനെ കസിനൊക്കെ ആയി നല്ല അടിപൊളി പടക്കൊക്കെ പൊട്ടിച്ച് അന്നത്തെ ദിവസം മാഷാഅല്ലാഹ് എൻജോയ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.